എൻ്റെ സ്വർഗസ്ഥനായ നല്ല അപ്പൻ്റെ ഏറ്റവും വാത്സല്യം നിറഞ്ഞ സഹോദരങ്ങളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമാകാനുമത്രേ. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യം. ഏവർക്കും പെസഹ തിരുനാളിൻ്റെ മംഗളാശംസകൾ ഏറെ പ്രാർത്ഥനയോടെ നേരട്ടെ. ഇന്ന് പെസഹ, രക്ഷാകരമായ ഓർമ്മകളുടെ തിരുനാളാണ് പെസഹ. വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ, രക്ഷയുടെ ആഘോഷം. പെസഹ എന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം തന്നെ കടന്നുപോകൽ അഥവാ പാസ് ഓവർ എന്നാണല്ലോ. രക്ഷ നൽകി കടന്നുപോയ ആ നല്ല ദൈവത്തിൻ്റെ ഓർമ്മ. നമ്മൾ ആഘോഷിക്കുന്ന പെസഹായ്ക്ക് 2 മാനദണ്ഡങ്ങളുണ്ട്. ഒന്നാമതായി, പഴയ നിയമ ക്യാൻവസിൽ നിന്ന് നോക്കുമ്പോൾ ഈജിപ്തിൻ്റെ ക്രൂരമായ അടിമത്തത്തിൽ നിന്നും യഹോവ ഇസ്രായേൽ ജനത്തെ ഭൗതിക സ്വാതന്ത്ര്യത്തിൻ്റെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കൈപിടിച്ച് നടത്തിയ ഉജ്ജ്വലമായ പഴയ നിയമ ഓർമ്മ. രണ്ടാമതായി, പുതിയ നിയമ ക്യാൻവസിൽ നിന്ന് നോക്കുമ്പോൾ സഹിയോൻ മാളികയിൽ അന്ത്യത്താഴ സമയത്ത് ഈശോ തൻ്റെ ശരീരവും രക്തവും അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ പകർന്നു നൽകി മനുഷ്യകുലത്തെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും സ്വർഗീയ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ പുതിയ നിയമ ഓർമ്മ. അങ്ങനെ പുതിയ നിയമ പെസഹ പഴയ നിയമ പെസഹായുടെ തുടർച്ചയും പൂർത്തീകരണവുമായി മാറി. തിരുവോസ്തിയായെന്നിലണയും സ്നേഹം, ദൈവസ്നേഹം, അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ ഈശോ ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ തൻ്റെ പ്രബോധനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു: ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ദിവ്യകാരുണ്യം. സഭയുടെ ആത്മീയ സമ്പത്ത് മുഴുവൻ ദിവ്യകാരുണ്യത്തിൽ ഉൾച്ചേർത്തിരിക്കുന്നു. അതിനാൽ നമ്മുടെ ജീവിതങ്ങളും വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിച്ച് രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. കൂടെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണവും ദിവ്യകാരുണ്യ ഭക്തിയും ഇതിന് നമ്മെ സഹായിക്കും. ശിഷ്യരുടെ പാദം കഴുകിയും ദിവ്യകാരുണ്യമായി തന്നെ നൽകിയ ഈശോ തൻ്റെ അപരിമേയമായ സ്നേഹം വെളിവാക്കി. ഇന്ന് പെസഹ വ്യാഴാഴ്ചത്തെ കർമ്മങ്ങൾക്ക് ശേഷം പുറത്തേക്കിറങ്ങുമ്പോൾ നമുക്ക് ജീവിക്കാനായി ഒരു കൽപ്പനയും കൂടി ഈശോ തരുന്നുണ്ട്. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 35-36 വാക്യങ്ങൾ. ഈശോ കാണിച്ച സ്നേഹത്തിൻ്റെ മാതൃക നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും വളർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ സ്നേഹം എന്തും സഹിക്കുന്നു, അതൊരിക്കലും അവസാനിക്കുന്നില്ല. അവസാനിക്കാത്ത സ്നേഹം പൂർണ്ണമായ രൂപത്തിൽ നമ്മുടെ കൈകളിലെത്തുന്നതാണ് ജീവൻ്റെ അപ്പം, കർത്താവായ യേശുക്രിസ്തു. പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായ കോൾ ഒറാനർ പറയുന്നുണ്ട്: പരിശുദ്ധ കുർബാനയിൽ തൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കാൻ അനുവദിക്കുന്നതിനേക്കാൾ ആഴമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അവിടത്തേക്ക് കഴിയുമായിരുന്നില്ല. അപ്പത്തിൻ്റെ ഭവനം എന്നർത്ഥമുള്ള ബേത്ലഹേമിൽ പിറന്നവൻ അപ്പമായി മാറിയ കഥയുടെ പേരാണ് പെസഹ. പുൽത്തൊട്ടിയെ ബലിത്തറയോടാണ് സഭാപിതാക്കന്മാർ ഉപമിച്ചിരിക്കുന്നത്. വളർത്തു മൃഗങ്ങൾ ആഹാരം കണ്ടെത്തുന്ന പുൽത്തൊട്ടി. ഇതിൽ കിടക്കുന്നത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ് എന്ന് പറഞ്ഞവനാണ്. നമ്മുടെ ആത്മീയ ആഹാരമാണ് പുൽത്തൊട്ടിൽ. അത് ഭക്ഷിച്ച്
നാം ശക്തിയും ബലവും വീണ്ടെടുക്കണം യോഗ്യതയോടുകൂടി. ഈ തിരിച്ചറിവ് ബെനഡിക്ട് 16 പാപ്പ പങ്കുവയ്ക്കുമ്പോൾ അത് നമ്മെ കുറെ കൂടി വിസ്മയിപ്പിക്കും. ദൈവത്തിൻ്റെ തീന്മേശയ്ക്ക് അരികിലേക്കാണ് ഓരോ പെസഹായിലെ ബലിയും വിശ്വാസികൾ ഒന്നുചേരുന്നത്. അവിടെയാണ് നാം കൂടിച്ചേരുന്നത്, ഒരു കമ്മ്യൂണിറ്റിയായി, കമ്മ്യൂണിയനിൽ. ദൈവത്തെ ഭക്ഷിച്ച് ദൈവ സ്വഭാവത്തിലും ദൈവ പ്രകൃതിയിലും വളരേണ്ടവരാണ് നാം ഓരോരുത്തരും. ആ തീന്മേശയിൽ ഒരു കുടുംബമായി ഭക്ഷിക്കുന്നവൻ്റെ നിലപാടും പ്രധാനപ്പെട്ടതാണ്. ഒന്നുകിൽ ആ സ്നേഹത്തെ ഭക്ഷിച്ച് കൂടുതൽ സ്നേഹത്തിൻ്റെ യോഹന്നാൻ ആകുന്നതിലേക്ക് വളരാം, അല്ലെങ്കിൽ ആ സ്നേഹത്തെ ഭക്ഷിച്ച് ഒറ്റുകാരനായ യൂദാസിലേക്കും വീഴാം. ഈശോയുടെ മഹത്തായ സ്നേഹത്തിൻ്റെ അതുല്യമായ ത്യാഗത്തിൻ്റെ അമൂല്യമായ ഓർമ്മയുടെ പേരാണ് വിശുദ്ധ കുർബാന. ഈ ഓർമ്മ നിരന്തരം കൃതജ്ഞതയോടെ ആഘോഷിക്കുന്ന ജീവിതധർമ്മത്തിൻ്റെ ആത്മീയ ഉത്തരവാദിത്വത്തിൻ്റെ പേരാണ് വിശുദ്ധ പൗരോഹിത്യം. സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും പ്രതീകമാണ് പാദം കഴുകൽ. വിശുദ്ധ കുർബാനയും വിശുദ്ധ പൗരോഹിത്യവും പാദം കഴുകൽ ശുശ്രൂഷയും ഈ ലോകത്തെയും നമ്മുടെ ജീവിതങ്ങളെയും സ്നേഹത്തിലേക്ക് നിരന്തരം നയിക്കട്ടെ, നവീകരിക്കട്ടെ, വിശുദ്ധീകരിക്കട്ടെ. ഒരു ക്രിസ്ത്യാനി എത്രത്തോളം വളരണമെന്ന ചോദ്യത്തിനുള്ള ക്രിസ്തുവിൻ്റെ മറുപടിയായിരുന്നു ശിഷ്യരുടെ പാദം കഴുകൽ. ഏതൊരു ക്രൈസ്തവനും എത്തിച്ചേരേണ്ടതും വളരേണ്ടതും അത്രമാത്രമാണ്. ഉയരാൻ മത്സരിച്ചോടുന്ന ഈ ലോകത്തിൽ ക്രിസ്തുവെ അങ്ങോളം വളരാൻ ഞങ്ങൾക്ക് കൃപ തന്നരുളണമേ. ആമേൻ.